ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഒഴിഞ്ഞ ചന്ദനത്തിരിയുടെ ആ കാർഡ്ബോർഡ് റോള് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 ചന്ദനത്തിരിയുടെ റോളാണ്. അതിലൊരെണ്ണം ഞാൻ ചെറുതും വലുതായിട്ട് 2 ആക്കിയിട്ട് മുറിച്ചു. പിന്നെ മറ്റേത് ഞാൻ മുറിച്ചിട്ടില്ല, അങ്ങനെ 3 പീസാക്കി നമ്മളെടുത്തു. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വുള്ളൻ നൂലാണ്. ഈ വുള്ളൻ നൂല് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ഇത് വുള്ളൻ നൂലില്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ പൊതിഞ്ഞ് കിട്ടുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ പൊതിഞ്ഞ് കിട്ടുന്ന വെള്ള നൂലില്ലേ, അതായാലും മതി. അത് 2 ചുറ്റി കൊടുത്താൽ മതി. അതും ഇല്ല, ഇനിയിപ്പോൾ അതുമല്ല നമ്മുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ, അതായത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ആ ഗ്ലൂ ഗണ്ണോട് ചെയ്താലും മതി കേട്ടോ. ഇതിപ്പോൾ എല്ലാവരുടെയും ഗ്ലൂ ഗൺ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനിവിടെ നൂല് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം A4 ഷീറ്റ് ഞാനൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം എടുത്തിട്ട് ഞാൻ ഇതേപോലെ കൈ കൊണ്ട് തന്നെയാണ് ചുരുട്ടിയിട്ട് റോൾ ഉണ്ടാക്കുന്നത്. ഇല്ലെങ്കിൽ ഈർക്കിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉള്ളിൽ വെച്ചൊന്ന് മടക്കി കൊടുത്താൽ മതി. പെൻസിൽ വെക്കുമ്പോൾ ഭയങ്കര വണ്ണം കൂടിപ്പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് ഈർക്കിലായാലും മതി, ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് ടിപ്പിൽ പശ തേച്ച് അത് ഒട്ടിച്ച് അങ്ങനെ 2 റോൾ ഉണ്ടാക്കുക. അതിൽ ഒരെണ്ണം ഞാൻ 2 ആക്കി മുറിക്കുകയാണ്. ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ട്, അങ്ങനെ 2 എണ്ണമാക്കി മുറിച്ച് അങ്ങനെ മൊത്തം 3 പീസാക്കി എടുത്തു. അതിനുശേഷം വേറൊരു A4 ഷീറ്റിൽ ഞാൻ ഇലയുടെ ഷേപ്പിൽ, മുളയുടെ ഇലയുടെ ഷേപ്പിൽ ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്നുണ്ട്. വരയ്ക്കാനില്ലെങ്കിൽ ഞാൻ പിന്നെ 1 2 വരച്ച് ചെയ്തോളൂ. പിന്നെ നേരിട്ട് കത്രിക കൊണ്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. വലുതും ചെറുതൊക്കെ ആയിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ A4 ഷീറ്റിൻ്റെ ഈ റോളിൽ ഈ ഇലകൾ നമ്മുടെ സാധാരണ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കില്ലേ, അതിൻ്റെ പേപ്പർ ആയാലും മതി. പച്ച പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇല വെട്ടിയെടുക്കാം, തണ്ടൊക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് ഞാൻ A4 ഷീറ്റ് എടുത്തത്. ഇതില്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി, പക്ഷേ ന്യൂസ് പേപ്പർ അത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ല A4 ഷീറ്റിൻ്റെ അടുത്തേക്ക്, അത് കാരണം കൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ അതിന് ശേഷം ഫുള്ള് നമ്മൾ ഇല ഒട്ടിച്ചു. ഇല ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കാർഡ്ബോർഡും കൂടിയും ഒട്ടിച്ച് കൊടുക്കുകയാണ് ആ 3 എണ്ണം. അപ്പോൾ 3 ഷേപ്പിലല്ല ഇരിക്കുന്നത്, 3 ഷേപ്പ് ഇപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുപോലെ വെട്ടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ വെഗാക്യൂക്ക് എന്ന് പറഞ്ഞ പശ ഉപയോഗിച്ചാണ് ഒട്ടിച്ച് കൊടുത്തത്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതാണ് വെഗാക്യൂക്ക് എന്ന് പറഞ്ഞ പശാന്ന്. അതുകൊണ്ട് നമ്മൾ ഈ A4 ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ റോളും കൂടി ഇതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളും ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുകയാണ്. ഇപ്പം നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായില്ലേ നമ്മൾ എന്തിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കണമെന്ന്. അത് നമ്മൾ മുളയാണ് ഉണ്ടാക്കുന്നത്. മുളയുടെ ഒരു അടിപൊളി മുള ഷോ പീസാണ് ഉണ്ടാക്കുന്നത്. ആദ്യം മഞ്ഞ പെയിൻ്റ് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പച്ച പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് പകരം ബ്രൗൺ കളർ കൊടുക്കാം കേട്ടോ. മഞ്ഞയും ബ്രൗൺ, അങ്ങനെ ബ്രൗൺ കളറുള്ള മുളയില്ലേ, ആ ഒരു കളറായാലും മതി. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ള് നമ്മൾ പച്ച അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നോക്കിയാൽ നമ്മുടെ അടിപൊളി ക്രാഫ്റ്റ്. ഇത് നമ്മൾ പറയുമോ ചന്ദനത്തിരി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പറയുമോ? അതിനുശേഷം എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു ട്രേ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇത്. അതിൽ ഞാനിത് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമുക്കിതൊരു പെൻസിൽ സ്റ്റാൻഡായിട്ടും കൂടി ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഇട്ട് വയ്ക്കുന്ന അടിപൊളി ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മൾട്ടിപർപ്പസ് ആണ് നമ്മൾ ഈ ഒരു 2 ചന്ദനത്തിരിയുടെ പാക്കറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇതിങ്ങനെ ക്യാമറയിൽ കാണാനായിട്ടും ഭംഗി നേരിട്ട് കാണാനാട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.